Sreta Mada
അഭിമന്യ തോമസ് മാർ യുവാനിയോസ് മെത്രാപ്പൊലീത്ത, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, our parish, St. Thomas Indian Orthodox Church of South Florida, is overjoyed and so happy to welcome its very own Diocesan Metropolitan, the recently elevated Tirumeni, to his own parish. It is a simple parish visit that has been desired by Tirumeni, and we have arranged for Tirumeni to give us and share with us some wonderful words of wisdom as part of a Lenten devotion, a short Lenten retreat. But before we get into that, a very short description, not here for a long speech or anything, in a very brief way, I would like to quickly summarize Tirumeni's background for those of us who are not too familiar. Tirumeni is originally from the Alapura district. Tirumeni grew up under the spiritual tutelage of the late lamented His Grace Ivanios Tirumeni of the Kottayam Diocese. In Tidera, the former P.C. Thomas Achin, Tirumeni's name when Tirumeni was an Achin, he grew under the spiritual leadership of Ivanios Tirumeni. And Tirumeni has spent almost a decade in the US, America, almost 10 വർഷം വാഷിംഗ്ടൺ DC-യിൽ, ഓർലാൻഡോയിൽ 3 വർഷം വാഷിംഗ്ടൺ DC-യിലും ഉണ്ടായിരുന്നു, പിന്നെ ന്യൂയോർക്കിലും മനുവയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് 10 years Tirumeni ഇവിടെ ചെലവാക്കിയതിനു ശേഷം Tirumeni നാഗ്പൂർ സെമിനാരി, അതുപോലെ കോട്ടയം പഴയ സെമിനാരി 12 plus actually another 2, ഒരു 14 വർഷം ഏകദേശം സെമിനാരി അധ്യാപകനായിട്ട് തുടരുകയും അതിനുശേഷം മെത്രാപ്പൊലീത്ത ആയിട്ട് വഴങ്ങപ്പെടുകയും ചെയ്തു. Our diocese is so blessed and our parish is so happy to welcome for the first time to the South Florida area as the Diocesan Metropolitan His Grace
Dr. Thomas Ivanios to this parish. And with that, I invite Tirumeni to share with us some thoughts regarding Lent that Tirumeni would like to share with us. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ഒരു നിമിഷം നമ്മുടെ തലകളിലേക്ക് ക്രിസ്തുവിനെ വണക്കാം. കാരുണ്യവാനും സ്നേഹവാനുമാകുന്ന സ്വർഗീയ പിതാവേ, യേശുനാഥ, അങ്ങയുടെ ആലയത്തിൽ അങ്ങയുടെ തിരുമുമ്പാകെ അങ്ങയുടെ കാൽപാദത്തിൽ നിന്റെ മക്കൾ ഈ പ്രഭാതത്തിൽ കൂടി വന്നിരിക്കുന്നു. യേശുനാഥ, ഞങ്ങളെ നീ വിളിച്ചിരിക്കുന്നത് അവിടുത്തെ മക്കളാക്കി തീർത്തിരിക്കുന്നത് അങ്ങയോടുകൂടെ ജീവിക്കാനാണ് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പലപ്പോഴും നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ അകന്നു മാറിപ്പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. യേശു ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പ്രഭാതത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് സ്വീകരിക്കണമേ, ഞങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ അവിടുന്ന് നിർമ്മലീകരിക്കണമേ. ഞങ്ങളുടെ വാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങളും അങ്ങയുടെ ഇഷ്ടത്തിനൊത്തമായി തിരുവനന്തപുരം സഹായിക്കണമേ. അങ്ങ് ഈ ലോകത്തിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചെറിയ ആയുസ് ഏറ്റവും അനുഗ്രഹകരമായി നിന്റെ സാക്ഷ്യത്തിനായി തിരുവനന്തപുരം ഞങ്ങളെ സഹായിക്കണമേ. യേശുനാഥ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ അല്പനേരം ഇരിക്കട്ടെ. അങ്ങ് അനേകരോട് സംസാരിച്ചു, അനേകരെ രൂപാന്തരപ്പെടുത്തി, അനേകർക്ക് സൗഖ്യം നൽകി, അനേകർക്ക് മാനസാന്തരം നൽകി, അനേകരെ വിശുദ്ധീകരിച്ചു. യേശുനാഥ, ഈ സമയത്ത് ഞങ്ങൾ നിന്റെ സന്നിധിയിലിരിക്കുമ്പോഴും നീ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളെ നിർമ്മലീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുന്ന് അറിയാതെ യാതൊന്നും ഞങ്ങളുടെ ജീവിതയാത്രയിലില്ല. ഞങ്ങളെ അവിടുന്ന് അറിഞ്ഞ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി നിനക്ക് നല്ല മക്കളായി ജീവിപ്പാൻ, സമാധാനത്തോടും ശാന്തിയോടും ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. ഇടവകയെ അനുഗ്രഹിക്കണമേ, ഇടവക എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കൂടി വന്നിരിക്കുന്ന മക്കളെ അവിടുന്ന് വാഴ്ത്തണമേ. വചനം പറയുന്നവരിലൂടെ അവിടുന്ന് പ്രവർത്തിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ. ഞങ്ങളെല്ലാവരെയും നിനക്ക് സമർപ്പിക്കുന്നു. നിന്റെ ദൈവിഷ്ടം പോലെ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാനായിട്ട് തന്നെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട ഷോണച്ചൻ, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞ് അനുജന്മാരെ, അനുജത്തിമാരെ, വളരെ സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ഒരു ദിവസമായിരിക്കാൻ തക്കവണ്ണം ഭാഗ്യം ലഭിച്ചത്.
ഞാൻ അങ്ങനെ ഒത്തിരി നേരം സംസാരിക്കുന്ന ഒരാളല്ല. സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ കുറച്ച് എനിക്ക് വർത്തമാനം പറയാൻ അറിയുള്ളൂ. ഒത്തിരി നേരം സംസാരിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കുകൾ ചിലപ്പോൾ നീണ്ടു പോകും. ബഹുമാനപ്പെട്ട അച്ഛനോട് ശരി എന്നൊരു പറഞ്ഞു 10 വരെ സംസാരിക്കണമെന്ന് പറഞ്ഞു. 10 വരെ സംസാരിക്കാനാവുമെങ്കിൽ 10 വരെ സംസാരിക്കാൻ. ഞാൻ ഇവിടെ വരെ വന്നതിൻ്റെ ആഗ്രഹം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ, നിങ്ങളെ എല്ലാവരും ഒന്ന് കാണുവാൻ, സംസാരിക്കുവാൻ, നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധി അല്പനേരം ചെലവഴിക്കുവാനൊക്കെ ആഗ്രഹത്തോടു കൂടിയാണ്. എന്നാൽ ഇത് നോമ്പുകാലം കൂടിയാണ്. ആ സമയത്ത് അല്പനേരം ദൈവസന്നിധി ഇരുന്നുകൊണ്ട് ദൈവവചനം, ദൈവമക്കൾ എന്ന നിലയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചും ചിന്തിക്കുവാൻ കൂടി ഒരു ഉത്തരവാദിത്വമുള്ള ഒരാളെന്ന നിലയിൽ അതിനും കൂടി അല്പസമയം വേർതിരിക്കണം എന്ന് ആഗ്രഹിച്ചു. ബഹുമാനപ്പെട്ട അച്ഛൻ അത് വളരെ സന്തോഷത്തോടെ പറയുകയും ചെയ്തു. അതുകൊണ്ട് അതിനുകൂടി അല്പസമയം വേർതിരിക്കാമെന്ന് ചിന്തിക്കുകയായിരുന്നു. ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ 2 വാക്കുകളുണ്ട്. കാരണം കഴിഞ്ഞ ബുധനാഴ്ച ദേവാലയത്തിന് മുതൽ at the center of the church we are raised the Holy Cross there, Midland or Padi number. So we completed 25 years of our Great Lent. Then we have to complete another, to be complete another 25 days to participate the resurrection of our Lord, right? ഇനി 25 ദിവസം കൂടെ നമുക്ക് മുന്നോട്ട് പോകണം. എന്തിനു വേണ്ടിയിട്ടാണ്? We have to participate in the Pesach, the holy banquet with the Christ, and we have to resurrect with Christ. ക്രിസ്തുവിനോടുകൂടെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടിയുള്ള ദിവസങ്ങളാണ്. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ആദ്യം ടച്ച് ചെയ്തൊരു വേർഡ് ഹോളി വുഡ്, റൈറ്റ്? You are a blessed people. You are living in the place of holy wood. See, there is a holy wood. ഒരു വിശുദ്ധ കുരിശ് ഇവിടെ ഉണ്ട്. വിശുദ്ധ കുരിശിന്റെ ആ കുരിശ് എന്തിന്റെ പ്രതീകമാണ്? The risen Christ. So we are living with Christ, in Christ and for Christ. ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാൻ, ക്രിസ്തുവിലായിരിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. അപ്പോൾ ഓരോ ദിവസവും പള്ളിയിലോട്ട് വന്നില്ലേ പോലും ഓർത്തോണം, എന്തോർക്കണം? ഹോളി വുഡ്. വിശുദ്ധമായ ആ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ് അല്ലേ നമ്മുടെ അടയാളം. The sign of peace, sign of hope, sign of reconciliation. ഇല്ല, എന്താ? കുരിശാണ്. മാനവജാതിക്ക് ഇന്നുവരെയും ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാശയുടെ അടയാളം കുരിശാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ മദ്ഭായിലേക്ക് നോക്കിയായിരുന്നല്ലോ. അതിന്റെ സെന്ററിൽ എന്താ നിർത്തിയിരിക്കുന്നത്? കുരിശാണ്. എന്തിനു വേണ്ടിയാണ് കുരിശ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്? ബിക്കോസ് വി ആർ കമ്മിങ് ടു ദി ചർച്ച്, ലോട്ട് ഓഫ് pain and sorrows, lot of disappointments, lot of frustrations. When you are coming to this church and when you are looking at the altar, there you can see the holy cross or holy wood is there, and that cross is speaking to you and saying to you, my daughter, my son, look at me. Now you are complaining or you have frustration or disappointment in your life. Look at me, the way I have to go through. അല്ലേ? യേശു കടന്നുപോയ വഴികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താ അല്ലേ? നത്തിങ്, ഒന്നുമില്ല. യേശുമ്പുരാൻ നല്ല വഴികളെ നമുക്ക് കാട്ടിത്തന്നു. ആ വഴി പുരുഷന്റെ വഴികളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യണം. വേദപുസ്തകം പഠിക്കുമ്പോൾ അങ്ങനെ നമ്മൾ കാണുന്നല്ലേ. വേദപുസ്തകത്തിന്റെ യേശുവിന്റെ ജീവിതത്തിന്റെ തുടക്കം ആരിലൂടെയാണ്? ജോസഫ് ആൻഡ് മേരി. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അവർ രണ്ടുപേരുടെ ജീവിതം? ചിന്തിച്ചിട്ടുണ്ടോ? We have to think about their life. When we are going through the hard time, we have to think about life. In family life, we have children, we have social life. Everywhere we have to think about their life. Joseph, Mary, Jesus. അല്ലേ നമ്മൾ പറയാനാണ് holy family. Yes, they are the holy family. But they went through hard times in their life. See that Mary,
തലമുറകൾ ഭാഗ്യവതി എന്ന് വാഴ്ത്തിയ അമ്മ ഓർക്കുന്നുണ്ടോ? എത്രയോ കഷ്ടപ്പാടുകൾ പ്രയാസങ്ങളിലൂടെ കടന്നുപോയ അമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ബാല്യത്തിൽ തന്നെ ദേവാലയത്തിൽ വളർന്നെങ്കിൽ പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അനേകരായ അപവാദങ്ങളൊക്കെ ഉണ്ടായി. കുടുംബമായി അതിനുശേഷം ഒരു കുഞ്ഞിന് ജന്മം നൽകണമെങ്കിൽ മൈഗോഡ് ദൈവം നമുക്ക് ചോദിക്കാമായിരിക്കും, ദൈവത്തെ ഇഷ്ടപ്പെട്ട മക്കളല്ലേ, ദൈവം തന്നിരുന്ന ദാസിയല്ലേ, ഇന്നിനെന്താ ഈ കഷ്ടപ്പാടല്ല? അവിടെ പോകുമ്പോഴത്തേക്കും കർത്താവിന് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും എന്താണ് ഈ ഗർഭിണിയായ സ്ത്രീയെ കൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്തൊക്കെ പോകുന്നു. അവിടെ കർത്താവിന് ദൈവത്തിന് നല്ല ഒരു സത്രം, നല്ലൊരു പ്രൈസ് ഒരുക്കി കൊടുക്കരുതായിരുന്നു. യേശുവിനെ ഇരിക്കാൻ സ്ഥലമല്ലേ, യേശുവിനെ വഹിക്കുന്നവളല്ലേ. But we have to, this is worldly life, we have to go through this life. Joseph and Mary എല്ലാവരോടും പോയി like begging, can we get some little place? എന്തിനു വേണ്ടി? എൻ്റെ ഈ കുഞ്ഞിനൊന്ന് ജന്മം നൽകാൻ ഇച്ചിരി സ്ഥലത്തരാവും. അങ്ങനെ വേറൊന്നും ചോദിച്ചില്ല. ഇച്ചിരി സ്ഥലം, അവിടെ ഗർഭിണിയാണ്, ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോവുകയാണ്. So we have to, nobody was there. ആരുടെയും മനസ്സ് തുറന്നില്ലെന്നുള്ളത്, ആരുടെയും മനസ്സ് തുറന്നില്ല. പശുത്തൊട്ടിൽ, കുപ്പത്തൊട്ടിൽ ആ അമ്മ കുഞ്ഞിനെ ജനിപ്പിച്ചു. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഓർത്തിരിക്കുന്ന കാര്യം എന്താണ്? ജീവിതത്തിൽ ഈ പ്രയാസങ്ങളും ഈ ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ജീവിതയാത്രയിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ദേവാലയത്തിലേക്ക് വരുമ്പോൾ, ദേവാലയം അടച്ചിടുമ്പോൾ ദേവാലയത്തിന്റെ വാതിൽക്കൽ മനോഹരമായ ഒരു കുരിശ്. ദേവാലയം തുറന്നു കഴിയുമ്പോൾ നമ്മൾ പറയുകയാണ്, that cross is speaking to us. Don't worry. എന്താ പറയുന്നത്? I am with you. ഞാൻ നിന്നോടുകൂടി ഉണ്ട്. ഈ കുരിശിൽ മരിച്ച് നീ കുരിശിന്റെ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. കാരണം കുരിശിന്റെ വഴിയിലൂടെ നിനക്ക് വേണ്ടി ജീവിച്ച ക്രിസ്തു നിന്നോടുകൂടിയുണ്ട്. ഞാൻ പറഞ്ഞ ആദ്യത്തെ വാക്ക് ഒന്നുകൂടെ ഓർമ്മിക്കുക, ഹോളി വുഡ്. എന്താ ഈ ഹോളി വുഡ്? നമുക്ക് അപ്പൊ രണ്ടാമത്തെ വാക്ക് എന്റെ മനസ്സിൽ കടന്നു വന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക്. എന്താ? ഫോർട്ട്, ലോർഡ് റൈറ്റ്. That's a fort, അല്ലേ? എന്താ? God is our refuge or fort, strength. God is our refuge and strength and a very present help in trouble. He's our fort, right? The people who are living in the fort, no, correct pronunciation is Lauderdale, right? Lauderdale. Okay. This fort is there. That fort is Christ, is God. So that God is with you. Never ever forget that reality. The holy wood is there and fort is there. So when you are living with Christ, that fort will protect you, heal you, give peace and strength to you. ദൈവത്തോടു കൂടെ ആ യാത്ര ചെയ്യുമ്പോൾ ദൈവം നമുക്ക് ആ ശക്തിയും ബലവും ആരോഗ്യവും ധൈര്യവും പ്രത്യാശയൊക്കെ നൽകും. ജീവിതയാത്രയിൽ ഈ രണ്ട് വാക്കുകൾ നാം മറന്നു പോകരുത്. ഈ സാറ്റർഡേ മോർണിംഗിൽ നമ്മളിവിടെ വന്നിരിക്കുക, അച്ഛൻ പറഞ്ഞത് ഒരു ധ്യാനം എടുക്കണമെന്ന്. What it mean by ധ്യാനം or retreat? ധ്യാനം എന്ന വാക്കിന്റെ ഒറ്റ വേർഡിൽ മീൻ പറഞ്ഞാൽ ധന്യമായത്, virtuous, glorious, spiritual. When you are meditating the glorious or virtuous or real thing, that will give us peace and happiness in our life. ധന്യമായതിനെ ചിന്തിക്കുമ്പോൾ എന്തായി? ധ്യാനമായി മാറും. ധന്യമായത് മീൻസ് anything is good. അല്ലേ? That's what അച്ഛൻ പറഞ്ഞു. I'm coming from Naliyavud Dera. There's a place, there's nothing, no other business is there. Early morning, 4:30, 4:15 onwards, there is a prayer there. So, canonical prayers are there. After there is a prayer robe, Konda Namaskaram, that Jesus prayer. Yeah, we are reciting that prayer again and again. Lord Jesus Christ, Son of God, have mercy upon us sinners. Repeating that prayer again and again. So what we do? Just close your eyes and repeat that prayer. ധന്യമായതിനെ ചിന്തിക്കുക. Meditate the real one. We are meditating so many other things in the world. ഈ ലോകത്തിലെ അനേക കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക.
that is deviating our path from Christ or from God. മറ്റുള്ള കാര്യങ്ങളെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും, അതൊക്കെ നമ്മുടെ പലപ്പോഴും എന്ത് പറ്റും, നമുക്ക് പീസ് ഓഫ് മൈൻഡ് കിട്ടത്തില്ല. അതെപ്പോഴും നമുക്ക് പ്രയാസങ്ങളാണ്. So when we are meditating on the real one, that is Christ, that is God. All other things are temporary. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായി മെഡിറ്റേറ്റ് ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതലായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നത് ഈ വേൾഡിലെ കാര്യങ്ങളെ കുറിച്ച്. സോ വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. ഞാൻ എന്തിനെ കുറിച്ചാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്, ധന്യമായതിനെ ചിന്തിക്കുക. സോ അങ്ങനെ ചിന്തിക്കുന്നില്ല എങ്കിൽ ഇവിടെ ഒരു കാര്യം ഓർക്കണം, റീട്രീറ്റ് അല്ലേ, കം ബാക്ക്. ഇഫ് യു ആർ തിങ്കിങ് ദാറ്റ് that you go wrong exit, what you have to do, try to make a U-turn, right? Make a U-turn, go to the next exit and come back. Then only you can drive in the right direction. തിരിച്ചു വരണം. That is retreat. നമ്മളെല്ലാം ട്രീറ്റ് ചെയ്യുന്നതല്ലേ, ട്രീറ്റ് എന്ന് പറയാറുണ്ട്, ട്രീറ്റ് ചെയ്യുന്നവരാണ്. So treat is in a glorious way, in a pleasant way. സന്തോഷകരമായ അനുഭവത്തിൽ നമ്മെ തന്നെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ സാധിക്കണം. അല്ലെങ്കിൽ റീതിങ്ക്, ഈ റിമെമ്പർ എന്ന് പറയാറില്ലേ, വാട്ട് ഈസ് മീൻ ബൈ റിമെമ്പർ? ബിക്കം ദ റീമെമ്പർ. റിട്രീറ്റ് പോലെ തന്നെ, റീട്രീറ്റ് പോലെ തന്നെ, റീമെമ്പർ. വീണ്ടും എന്താ, when we are the member of a family, somehow we are going out from the family, then we are thinking that no, I get out or I am in a wrong direction right now, I have to go back and rejoin with my family. That is remember. അല്ലേ, തിരിച്ച് കുടുംബത്തിലെ അംഗമായി മാറുക. നമ്മുടെ ആരുടെ മക്കളാണ്? We are the children of God, right? We are the children of God. അതാണ് നമുക്ക് അപ്പാപിതാവേ എന്ന് വിളിക്കാൻ സാധിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. We are the children of God. ദൈവത്തിന്റെ മകനും മകളുമാണ് നമ്മൾ. നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, am I live like Christ's son or daughter? യേശുവിന്റെ മകനായി, യേശുവിന്റെ മകളായി നമ്മൾ ജീവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ we have to come back to remember. നമ്മൾ ഈ നമ്മുടെ മാങ്ങിപ്പോരെ മരിച്ചവരെ ഓർക്കുമ്പോൾ, മാങ്ങിപ്പോരെ ഓർക്കുമ്പോൾ നമ്മൾ റിമെമ്പറൻസ് എന്ന് പറയാറുണ്ട് അല്ലേ? What does that mean? They are the part of the church. അതവരോട് പറയും, നമ്മൾ പോയി അവരുടെ കല്ലറ പോയിട്ട് പറയും, ഉയരേകുന്നോൻ രാജാവ് ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകും അല്ലേ എന്നാ പറയുന്നത്. അവരുടെ കല്ലറയുടെ അവരുടെ തലയ്ക്ക് പോയിട്ട് പറയുകയാണ്, ഉയരേകുന്നവനായ രാജാവ് വരും, ഉയരത്തിൽ നിന്ന് എഴുന്നള്ളുന്ന സമയമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? മരിച്ചവരെ ഒക്കെ ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ എന്ത് ചെയ്യും? ഞങ്ങളും നിങ്ങളും ചേർന്ന് ഒന്നിച്ച് ദൈവത്തെ we are become the family, become the members of one family. അതാണ് നമ്മൾ അവരുടെ കല്ലറയെ കൂടി ചൊല്ലുന്നത് അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ ചൊല്ലുന്നത്? അവരോട് പറയുക, നിങ്ങൾ മരിച്ചു എന്ന് കരുതി നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പോയിട്ടില്ല, ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് പോയിട്ടില്ല. യു ആർ പാർട്ട് ഓഫ് അവർ ഫാമിലി. ഇനി നമ്മൾ എങ്ങനെ കൂടിച്ചേരും? ഉയരേകുന്നവനായ ജീവൻ നൽകുന്നവനായ ദൈവം കടന്ന് രണ്ടാമത് വരും. ആ വരുന്ന സമയത്ത് ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ ഒന്നിച്ച് കൂടി വരുവാൻ അവസരം ലഭിക്കുമെന്ന് അവരോട് പ്രാർത്ഥനയിലൂടെ പറയുകയും അല്ലേ? റിമെമ്പർ. ഇവിടെ ഇപ്പം ചർച്ചയിലൊക്കെ ഉണ്ട് അല്ലെ, ഫാമിലിയിലൊക്കെ ഉണ്ട്, ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ക്രിസ്തുവിന് കൂടെ ഉണ്ടോ? ക്രിസ്തു അല്ലേ? Maybe our young friends maybe know that song, what a good friend we have in Jesus, right? But ഫ്രണ്ടിന്റെ ലാസ്റ്റത്തെ 3 വേർഡ് പലപ്പോഴും നമ്മുടെ ലൈഫിൽ പലപ്പോഴും ലാസ്റ്റ് വാട്ട് ഇസ് ദ ലാസ്റ്റ് 2-3 alphabet of the friend? END. What's that END? Yeah, sometimes we are ending our relationship with Christ, and friend is because sometimes it's ending because of some other reality in our life. When we are going through some other life, in a worldly life or secular life, we are thinking that sometimes, but yes, we will come back. Yeah. When we are the church, yeah, we are the spiritual persons, spiritual people.
But we have to be during this Lenten time becoming remembered. വീണ്ടും അവന്റെ മകനായി അവന്റെ മകളായി തീരുവന്നെ കൊണ്ടും സാധിക്കാനുള്ളതാണ്. ഇതിനു വേണ്ടി ഒന്ന് ഒരുങ്ങണം. എന്തിനാ അവന്റെ മകനായി അവന്റെ മകളായി ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? What is purpose? ഞങ്ങൾക്ക് പോയാൽ പോരെ. ഞാനിപ്പോൾ അച്ഛൻ പറഞ്ഞില്ല, ഞാൻ നാഗ്പൂർ സെമിനാറിലായിരുന്നു. വർഷങ്ങളായി നോർത്ത് ഇന്ത്യയിലെ remote place we have a seminary there, and those who are born and brought up in northern part of India, we are training them as the leaders of the church in northern part of India. Service in Malayalam, service in Hindi, service in English. No, through that we have giving training to them to learn more about to work in the midst of the youngsters in the northern part of India. So ഞാൻ പറയാൻ വന്നത്, അവിടെ പരിചയപ്പെട്ട ഒരു ഫാമിലി ഇപ്പം അമേരിക്ക വന്നത് ഞാൻ കണ്ടു. അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്തവരാണ്. ഇവിടെ വന്നവർ ആക്ച്വലി ബൈ ഗോഡ്സ് ഗ്രേസ് they are living in a big mansion. big mansion. വലിയൊരു വീട്ടിലാണ് ജീവിക്കുന്നത്. രണ്ടുപേർക്കും നല്ല ജോലി. രണ്ടാമക്കളാണ്. രണ്ടാമക്കളും നല്ല ജോലിയുള്ളവരായി അവർ ജീവിക്കുന്നു. ഞാൻ അവിടെ ചോദിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർത്ത് ഇന്ത്യ സ്റ്റൈൽ പറഞ്ഞു. See, everything is there. They are, by God's grace, secular way they are happy. They are supposed to be happy. വീടും കാറും ശമ്പളവും നല്ല മക്കളും നല്ല ജോലികളും എല്ലാം ഉണ്ടെന്ന് പറയുക. എനിക്ക് പോവുക. എന്നെ പിള്ളേരെ പറയുന്ന ഇങ്ങനെ പോകും. എന്തുകൊണ്ട് ഇങ്ങനെ പോകും? That's a reality, right? ഇങ്ങനെ പോകും. അമേരിക്കയിലാണോ? പ്ലേസ് ഓഫ് ലാൻഡ് ഓഫ് മിൽക്ക് ആൻഡ് ഹണി, right? ലാൻഡ് ഓഫ് മിൽക്ക് ആൻഡ് ഹണി, പാലും തേനും ഒഴുകുന്ന. ഇനിയിപ്പോൾ ഞാനിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്നോട് 100 പേര് പറഞ്ഞു, എൻ്റെ തിരുമേനി ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുന്നത്. ഡെഫിനറ്റ്ലി കൊണ്ടുവരാന്ന് പറഞ്ഞു. അവരുടെ ചിന്ത നിങ്ങൾ ജീവിക്കുന്നതൊക്കെ അതിൻ്റെ ആ സ്വർഗത്തിൽ ജീവിക്കുന്ന, അവരിങ്ങനെ ഭൂമിയിൽ ജീവിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ പറയാൻ വന്നത്, നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ട്. We are everything we hear. But at the same time, honestly, can we say, I am happy. Give me peace of mind in my life. ഞാൻ വളരെ ശാന്തമായി സമാധാനപരമായി ജീവിക്കുന്നു എന്ന് പറയാൻ നമുക്ക് ശരിക്കും സാധിക്കുന്നുണ്ട്. Can we say that? എന്തുകൊണ്ടാണ്? പലപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഒരു കൊച്ചു കുഞ്ഞ് literally he was crying. He was crying and crying and crying. കരഞ്ഞോണ്ടിരിക്കുമ്പോൾ കുറേ പേര് വന്നിട്ട് മോനെ മോനെ മോളെ മോളെ എന്ന് വിളിക്കുന്നുണ്ട്. No way. He's never trying, showing any sign that he's going to stop crying. Then at the end, one uncle asked him, മോളെ എന്താ വേണ്ടേ? He said that I need the presence of my father and mother. എൻ്റെ അപ്പനും അമ്മയും എന്നോട് കൂടെ ഇല്ല, നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ അടുത്തുണ്ട്. പക്ഷെ ആരെൻ്റെ കൂടെ വേണം? മൈ ഫാദർ ആൻഡ് മൈ മദർ, ഓർ മൈ ഫാദർ. സോ നമ്മളൊക്കെ കരയുന്നുണ്ടെങ്കിൽ, എല്ലാം ഉണ്ടായിട്ടും നമ്മളൊക്കെ കരയുന്നുണ്ടെങ്കിൽ, വി ഹാവ് ടു തിങ്ക് വൺ തിങ്. എന്താ ചിന്തിക്കേണ്ടത്? am I with my father? ഞാൻ എൻ്റെ പിതാവിനോട് കൂടെയാണോ ജീവിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കണം. എൻ്റെ പിതാവിനോട് കൂടിയാണോ ഞാൻ ജീവിക്കുന്നത്? എനിക്കറിയില്ലായിരുന്നു. ഞാൻ കുട്ടനാട്ടുകാരനാണ്. ചെന്നഗിരി പറഞ്ഞു. ചെന്നഗിരി കുട്ടനാട്, ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിൽ നെടുമുടി എന്ന സ്ഥലത്ത് നിന്ന് അകത്തോട്ട് പോകുന്ന പമ്പയാറിൻ്റെ തീരത്തൊരു സ്ഥലമാണ്. അവിടെ ഞങ്ങളിങ്ങനെ പള്ളിയിലോട്ട് പോകുമ്പോൾ, രാത്രിയൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് നല്ല ദൂരമാണ് പള്ളിയിലൂടെ ഇടവഴി. അപ്പോൾ അവിടെ നമ്മൾ പോകുമ്പോൾ പള്ളിയുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക്, പള്ളിയുടെ നമുക്കറിയാം നമ്മുടെ എല്ലാം വീട് എന്ന് പറഞ്ഞ് ഇറ്റേണൽ ഹോം എവിടെയാണ്? പള്ളിയുടെ തെക്കുവശത്തായിട്ട് ഒരു സെമിത്തേരി ഉണ്ടല്ലേ. ഇപ്പോഴത്തെ വി ആർ ലിവിംഗ് ഇൻ എ ബിഗ് ഹൗസ് ഓർ എവരിതിങ്. But at the end, we are going our eternal place of permanent home is there, right? അവിടെയല്ലേ നമ്മളെല്ലാം അവസാനം പോയി. എത്ര വലിയ വീട്ടിൽ ജീവിക്കുന്നവരാണെങ്കിലും അവസാനം നമ്മൾ അവിടെ വരും, അല്ലേ? നമ്മുടെ വീട് അവിടെയാണ്. സോ ഞങ്ങളിങ്ങനെ ഓടി, മക്കളല്ലേ, ഞങ്ങൾ 6 മക്കളുണ്ട്. ഞങ്ങളെല്ലാം കൂടെ ഓടി 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 പോകും. എവിടം വരെ? ആ സെമിത്തേരിയുടെ
തെക്ക് സൈഡ് വരെ പോകും. There we stop there. അവിടെ വരെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ സ്റ്റോപ്പ് ചെയ്യും. From there onwards, ആരുടെ സപ്പോർട്ട് വേണം? അച്ഛൻ്റെ സപ്പോർട്ട് വേണം. Because we have to go through that place, we need support from Father. നമ്മുടെ ജീവിതയാത്രയിൽ ഇത് തന്നെ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കൊക്കെ ഈ ജീവിതയാത്രയിൽ മുന്നോട്ട് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ everything is okay, but sometimes we have to go through some hard times, scary places in our life. എങ്ങനെ മുന്നോട്ട് പോകുന്നത്? എങ്ങനെ മുന്നോട്ട് പോകും? Everything is there, but at the same time sometimes we are thinking something is really stumbling block, something like that. ചില തടങ്കൽ പാറകൾ പോലെ ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ അവിടെ ഉള്ളപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വരുന്ന സന്ദർഭങ്ങളുണ്ട്, ഇല്ലേ? ഉള്ളപ്പോൾ ആരുടെ സപ്പോർട്ട് വേണം? അപ്പോൾ നമ്മൾ പറയും എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, എനിക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല, പ്രയാസമായ ജീവിതം, അല്ലേ? കൊച്ചു കുഞ്ഞിനോട് അപ്പം പറഞ്ഞു, മോനെ അവിടെ ഇരിക്കുന്ന ആ സാധനം ഒന്ന് ആ ടേബിളൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചേ. അവൻ പോയി കുറേ നേരം ട്രൈ ചെയ്തു. ഞാൻ പറഞ്ഞു, നോ പപ്പ, I can't do that. You try, മോനെ. വീണ്ടും പോയി കുറച്ചുകൂടെ trying to pull it back to the side of the room. Again he said that, no papa, I cannot do that. You cannot do that? Yes papa, I cannot do that. You try, man, you think about that, you try. കുറെ നേരം കഴിഞ്ഞിട്ട് ഈ മോനോട് പപ്പ ചോദിച്ചു, മോനെ നീ ശരിക്കും ചിന്തിച്ചോ? When you are not trying to move that table from there to the side of the room, your papa is here, right? Did he call me? നിനക്ക് ആ ടേബിൾ ഒന്ന് മാറ്റണമായിരുന്നു. ആ ടേബിൾ മാറ്റാൻ നിനക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്ന് നീ മനസ്സിലാക്കിയപ്പോൾ നീ ഫെഡപ്പായി, ഫ്രസ്ട്രേഷൻ, ഡിസപ്പോയിൻമെന്റ് ഈസ് ദേർ. പക്ഷെ നീ നിന്റെ പപ്പായെ വിളിച്ചു. If you call me, I can support you, but at the same time, you do not think that I am here. Did he call me? നിന്റെ പപ്പ ഇവിടെ ഇല്ലായിരുന്നോ? നിന്റെ പപ്പയെ ഒന്ന് വിളിച്ചിരുന്നെങ്കിലോ ആ ടേബിള് അടുത്ത് ഈസി ആയിട്ട് മാറ്റാമായിരുന്നു. In our life, our Heavenly Father is there. അല്ലേ? അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എന്താ പറയുന്നത്? God is our refuge and strength and is very present help in trouble. കഷ്ടതയുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ ദൈവ സങ്കേതമായിട്ട് കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ ദൈവത്തോടു കൂടി ആയിരിക്കണം എന്ന് മാത്രം. ഞാൻ എപ്പോഴും ഈ പേരൻസിനോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണ്. They are very good in education, very good in all these church activities, and we are very obedient, very good children. But we have to teach them one more thing: how to overcome obstacles. They are making good money, like 5 digits, 6 digits salary they are getting. But one thing is lacking sometimes, and when I am talking to them, I feel that how to overcome struggle. How to overcome problems in our life. പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കണം. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, യെസ് മോനെ, യു ക്യാൻ ഓവർകം വിത്ത് ക്രൈസ്റ്റ്. Actually, when I was taking classes in a northern part of India, and at that time, some of the youngsters are asking me, oh, Acha, at that time I was an Acha, and Acha, now when the youngsters in America, when they have some problems in their life, they are saying the word, what is the last four alphabet of American? I can. Not Obama's word, it's the last word of American. I can. Right? I can do this. I can do that. ഒരു പോസിറ്റീവ് മെന്റോട് നമുക്ക് എന്തുണ്ട്? ഞാൻ അവരോടൊന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, മോനെ, Indian. I കഴിഞ്ഞിട്ട് we have to add one more C there. Who is that C? Christ. I can with the Christ. ക്രിസ്തു ഉണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ സാധിക്കും. ദൈവം ഉണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. മോനെ, there is. ഒരു നമുക്ക് നടക്കാൻ പോലും സാധിക്കണമെങ്കിൽ ഒരു കാൽ ഉയർത്തി ഒരു കാൽ താഴ്ത്താതെ നടക്കാൻ സാധിക്കില്ല, അല്ലേ?
ഒരു കാല് താഴാതെ അടുത്ത കാലം പൊങ്ങി നമുക്ക് മുന്നോട്ട് പോകണം. When we have to move ahead, we have to go up and down. Those who are working in a hospital, ഞങ്ങൾ ആരെങ്കിലും പേഷ്യൻസ് ആയിട്ട് അല്ലെങ്കിൽ സിക്ക് ആയിട്ട് അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ, ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ പെട്ടെന്നൊരു മെഷീനിലോട്ട് ഞാൻ കണക്ട് ചെയ്യും. കണക്ട് ചെയ്ത് സ്ക്രീൻ there, and the screen is showing the graph is moving up and down. Then you are realizing that, and you are saying that he is or she is okay, right? അതിങ്ങനെ ഗ്രാഫ് ഇങ്ങനെ മേലോട്ട് താഴോട്ട് പോകുമ്പോൾ എന്തുണ്ട്? ലൈഫ് ഉണ്ട്, ജീവനുണ്ട് എന്നുള്ളതിന്റെ പ്രൂഫ് ചെയ്യും അല്ലേ? When graph is going straight, what do you say? Done, right? Straight ആയിട്ട് ഇങ്ങനെ ഗ്രാഫ് പോകും പറയും ഡൺ, അല്ലേ? ഏകദേശം തീർന്നു, ഫ്ലാറ്റ് ആയി. The graph is going flat, that person is flat, തീർന്നു. So that is life. ജീവൻ ഉണ്ടെന്നതിന്റെ അടയാളം എന്ത്? ഉയരും താഴും, ഉയരും താഴും. ഇത് ജീവിതത്തിന്റെ ഭാഗമാണ്. So we have to, when it is going down, we have to come up. Then we have, there is being again going up and down. This is a part of life. There, ഈ താഴോട്ട് പോകും മാത്രമല്ല, ഉയരത്തിലായിരിക്കുമ്പോഴും ആരോട് കൂടി ഉണ്ടായിരിക്കണം? Shall or be with Christ. Hold your hand with Christ. ക്രിസ്തുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലെ ഇപ്പോൾ പറയാറില്ലേ, പപ്പ പറയും മോന് പപ്പയുടെ കൈയെ പിടിച്ചോ, വീണാലോ? ഇവിടെ കുഞ്ഞി പറഞ്ഞു വേണ്ട പപ്പ, അപ്പായുടെ കൈ, അപ്പ എന്റെ കൈ പിടിച്ചോ, ചിലപ്പോൾ ഞാൻ വീണാൽ പപ്പായ്ക്ക് ഞാൻ മുറുകെ പിടിക്കാമല്ലോ. Right? You have to hold. പപ്പയുടെ കയ്യിൽ, ദൈവത്തിന്റെ കയ്യിൽ നമ്മുടെ കൈ മുറുകെ പിടിച്ചോ. ആ കൈ വിട്ടുപോയാൽ നാം തകർന്നു. പലപ്പോഴും നമ്മളൊക്കെ വീണു പോകുന്നതിന്റെ കാരണം, അല്ലെങ്കിൽ തകർന്നു പോകുന്നതിന്റെ കാരണം ആ കൈ അയഞ്ഞു പോകുന്നത് കൊണ്ടാണ്. പലപ്പോഴും ലോകത്തോടുള്ള കൈ ഇങ്ങനെ നീട്ടി നീട്ടി ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് ഇച്ചിരി അകന്നു പോകുന്നുണ്ട്. നമുക്കൊന്ന് തിരിച്ചു വരണം, അല്ലേ? റിട്ടേൺ or retreat or remember of the church. ക്രിസ്തുവിന്റെ സഭയിലെ അംഗമായി തിരിച്ചു വരുമെന്നപ്പോൾ സാധിക്കണം. ഇത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ തിരിച്ചു വരണമെന്ന് പറയുന്നത്? കാരണം അറിയാമോ? നമ്മുടെ ഓർക്കേണ്ട കാര്യമുണ്ട്. ഈ ഇവിടെയൊക്കെയാണ് ഹെൽത്തിനൊക്കെ എത്ര കെയർഫുൾ ആയിട്ടാണ്. ഹെൽത്തി ഫുഡ്, ഹെൽത്തി ട്രീറ്റ്മെന്റ്, എവരിതിങ് ഇസ് ദേർ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പം ആളുകളൊക്കെ ഈ മെഡിക്കൽ അതൊക്കെ ഭയങ്കര അഡ്വാൻസ് ആയിട്ടുണ്ടല്ലേ? പണ്ടത്തെ പോലൊക്കെയാണോ? പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഒരു വൈദ്യൻ വരും. ഓർക്കുന്നുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, വൈദ്യൻ വരും. ആ വൈദ്യന്റെ കയ്യിൽ ഒരു ബാഗുണ്ട്, അതിനകത്തൊരു എന്താ പറയുന്നത്, പനിയാണ് വൈദ്യര്, ഓക്കെ. വയറ്റ് പ്രശ്നമുണ്ട് വൈദ്യര്, ഓക്കെ. ചുമയാണ് വൈദ്യര്, ഓക്കെ. എല്ലാം പറഞ്ഞ വൈദ്യര് 3 കുപ്പി ഇങ്ങനെ കുലുക്കി ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചിട്ട് ഒഴിച്ചു. ആക്ച്വലി നമ്മുടെ അസുഖം മാറാൻ കേട്ടോ, അസുഖം മാറാൻ എങ്ങനെ നന്ദിവിടെ വൈദ്യരുള്ള വിശ്വാസം കൊണ്ടോ വേറെ മാർഗമില്ലാത്തതുകൊണ്ടായിരിക്കും. ബട്ട് നൗ എല്ലാ ട്രീറ്റ്മെന്റിലും ഉണ്ട്. നിങ്ങൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, നിങ്ങൾക്ക് ഒരുപക്ഷെ മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ റിപ്പോർട്ട് ഒന്ന് മനസ്സിലാക്കണം. ഡിപ്രഷൻ, സ്ട്രെസ്, മെന്റൽ, ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുടെ പെർസെന്റേജ് കേട്ടാൽ റിയലി സ്കെയർഡ്. അതുപോലുള്ള നമ്പറാണ്. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഡിപ്രഷൻ ടാബ്ലറ്റ് എടുക്കുന്നവരുണ്ട്, മെന്റൽ ഇതുകൊണ്ട് ടാബ്ലറ്റ് എടുക്കുന്നവരുണ്ട്, ഹൈപ്പർ ടെൻഷൻ ടാബ്ലറ്റ് എടുക്കുന്നവരുണ്ട്. എനിക്കുണ്ട് ഹൈപ്പർ ടെൻഷൻ, അത് പറഞ്ഞേക്കുക. ഇത് വളരെ ഹൈ ആയിട്ട് വരുന്ന കാലഘട്ടത്തിലാണ്. കാരണം സംടൈംസ് വി ആർ മൂവിങ് away with God, from God. ദൈവത്തിൽ നിന്ന് ഒത്തിരി ദൂരേക്ക് മാറിപ്പോകുമ്പോൾ സ്ട്രെസ് ആൻഡ് ഡിപ്രഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നില്ല. നമ്മൾ ഈ പള്ളി വരുന്നത് എന്തിനു വേണ്ടിയാണ്? പീസ് ഓഫ് മൈൻഡ്, മനസ്സിന് സമാധാനം കിട്ടുവാൻ, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. നമ്മൾ പള്ളി വരുന്നത് ആരെയും കാണാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തെ കാണാൻ വേണ്ടി മാത്രമാണ്. അപ്പുറത്തെ മറിയാമി ഇപ്പുറത്തെ തോമാസിനെയും കാണാൻ വേണ്ടി വന്നാൽ പ്രശ്നമായിട്ട് മനസ്സ് സമാധാനമായിട്ട് പോവുകയാണ്.
നമ്മളെ പോലല്ല മറ്റൊരാൾ, നമ്മളല്ല മറ്റൊരാൾ. നീയല്ല അവൾ, നീയല്ല അവൻ. ഇത് മനസ്സിലാക്കിക്കോണം. പള്ളി വന്ന് അത് കണ്ട് ഇത് കണ്ട് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞതേ പോയിക്കിട്ട് എന്തോ പറ്റിയത്? പള്ളി വന്നതിന്റെ പ്രയോജനം പോയില്ല, പീസ് ഓഫ് മൈൻഡ് പോയി. യു ആർ കമ്മിങ് ടു church is to see or experience the presence of Christ. ക്രിസ്തുവിന്റെ സമാധാനം നേടിക്കൊണ്ട് തിരികെ പോകുവാൻ വേണ്ടി വന്നവരാണ്. ആർക്കെങ്കിലും ഇത്തിരി ബലഹീനതകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിച്ചിട്ട് പോകണം, അതേ നമുക്ക് സമാധാനം കിട്ടത്തുള്ളൂ. അല്ല അവരുടെ കുറ്റം കണ്ടിട്ട് തിരിച്ചു പോയാൽ അവർക്ക് സമാധാനം കിട്ടത്തില്ല. Pray for them. അത് അവരങ്ങനാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചെന്ന് വരികയില്ല. Pray for them. അതിന് അവരോട് വഴക്കുണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറച്ചുകൂടെ സിക്കാകുകയുള്ളൂ, അല്ലേ? പലപ്പോഴും നമ്മൾ പലരോടും ഉള്ളിൽ ഇങ്ങനെ എന്തോ ഭയങ്കരമായിട്ട് ദേഷ്യം വെച്ച് പിടിച്ചുകൊണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ആ ആളിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ലായിരിക്കും. പക്ഷെ നമ്മൾ ചില സമയത്ത് നമ്മുടെ ആളെ കുറിച്ച് ചിന്തിക്കുമോ, അവനെ ഞാനല്ലേ, അവനെ ഞാൻ എന്നാ കുഴപ്പം? ഇങ്ങനെ ബോഡി ഇങ്ങനെ അലിഞ്ഞു മുറുക്കുക, ഇങ്ങനെ വലിച്ചു മുറുക്കി നമ്മുടെ ഉള്ളിലെ ശാന്തതയെല്ലാം കഴിഞ്ഞ് പിന്നെ ഭർത്താവിനോട് വഴക്ക്, ഭാര്യയോട് വഴക്ക്, കുഞ്ഞുങ്ങളോട് വഴക്ക്, നാട്ടുകാരെ കണ്ടവരെല്ലാം വഴക്കുക. ആർക്ക് പോയി? മറിയ നിനക്ക് പോയി, ചാക്കോച്ചാ നിനക്ക് പോയി. ഇത് മനസ്സിലാക്കാതെ പോകരുത്. ജീവിതയാത്രയിൽ ഞാൻ എൻ്റെ ദൈവത്തോടു കൂടി ജീവിപ്പാൻ, എനിക്ക് സമാധാനവും മറ്റുള്ളവർക്ക് സമാധാനവും നൽകുവാൻ തക്കോളമുള്ള ഒരു ദൈവിക ജീവിതത്തിനായി ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. ഈ ഒരു നല്ല മനസ്സൊരുക്കത്തിന് വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത്? Remember, retreat, rethink or return to Christ. 3 വാക്ക് ഓർക്കണം. Repent, return, rethink and rejoice in hope. Repent. ഏത് വഴിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം, അനുഭവിക്കണം. ഞാൻ പെർഫെക്റ്റ് ആയിട്ടുകൊണ്ടല്ലല്ലോ എൻ്റെ തമ്പുരാൻ എന്നെ സ്നേഹിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഓരോ ദിവസവും അതാ എൻ്റെ തമ്പുരാൻ്റെ സന്നിധിയിൽ ജീവിക്കുന്നുണ്ട്. അമേരിക്കയിൽ വന്ന് 10 വർഷം പഠിച്ചു. അതിനുശേഷം വീണ്ടും അമേരിക്കയിലൊരു ഇടവകയുടെ മെത്രാപൊലീത്തയായി വളരാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ നിമിഷവും എൻ്റെ ദൈവത്തോട് ചോദിക്കാറുണ്ട്, തമ്പുരാനെ ഇതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഞാൻ അർഹനായതുകൊണ്ടൊന്നുമല്ല ഇത്രയും വലിയൊരു പദവിയിലേക്ക് എന്നെ തമ്പുരാൻ വിളിച്ചത്. ഞാൻ കുട്ടനാട്ടിലുകാരനാണ്. വെള്ളക്കുഴി 6 മാസം വെള്ളവും 6 മാസവും കരയായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞങ്ങളുടെ വീട് ഞങ്ങൾ കുട്ടനാട്ടിലെ കൃഷിക്കാരാണ്. എൻ്റെ അപ്പനും അമ്മയൊക്കെ സാധാരണ മനുഷ്യരാണ്, കൃഷിക്കാരാണ്, കൂലിവേലക്കാരാണ്. അവിടുന്ന് തമ്പുരാൻ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ നൽകി ഇത്രയും ഉയർത്തിക്കൊണ്ടുവന്നു. നമ്മളൊക്കെ നമ്മളോട് ചിന്തിച്ച് നോക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും തമ്പുരാൻ അനുഗ്രഹം നൽകി. അനേകരാഗ്രഹം, ഞാൻ പറഞ്ഞല്ലോ 100 കണക്കിന് ആൾക്കാരെ പറഞ്ഞ ഞങ്ങളെ ഒന്ന് അമേരിക്കയിൽ കൊണ്ടുപോകാം. സ്വപ്നം കാണുന്നവർ, ആഗ്രഹിക്കുന്നവർ അനേകരുള്ളപ്പം നമ്മൾ ഈ മണ്ണിൽ വന്ന് ജീവിക്കുമ്പോൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എൻ്റെ തമ്പുരാനോട് ഇത്രയും അനുഗ്രഹം നൽകിയ, ഞാൻ ഒത്തിരി കഴിവുള്ളവനായിട്ടോ വിശുദ്ധനായിട്ടോ വിശുദ്ധിയായിട്ടോ ഒന്നുമല്ല, എനിക്ക് അനുഗ്രഹം നൽകിയെന്ന് ബോധ്യത്തോടുകൂടി ജീവിക്കാനും തമ്പുരാൻ ഇനിയും നൽകിയിരിക്കുന്ന കൃപയ്ക്ക് നിന്നെ സ്തുതിച്ചുകൊണ്ട് ശാന്തമായി, സൗമ്യമായി, വിനയമായി, പ്രാർത്ഥനയോടെ, ആരാധനയോടെ നിന്റെ സന്നിധി ജീവിക്കാൻ സഹായിക്കണം എന്നൊരു പ്രാർത്ഥന. അതുണ്ടാകുമ്പോൾ നമുക്ക് പീസ് ഓഫ് മൈൻഡ് ഉണ്ടാകും, നമുക്ക് ശാന്തത ഉണ്ടാവും. ഒരിക്കലും മറന്നു പോകരുത് യാഥാർത്ഥ്യം. ദൈവമല്ലാതെ മറ്റൊന്നും നമുക്കില്ല. ദൈവകൃപയല്ലാതെ മറ്റും ഞാൻ എപ്പോഴും നിങ്ങളോട് എല്ലാവരോടും പറയാറുണ്ട്, ഞാൻ എവിടെ പോയാലും പറയാറുണ്ട്. അമേരിക്കയിൽ ജീവിക്കുന്ന എല്ലാ ഹെൽത്തും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും കണ്ടിട്ടുണ്ട്? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കൊറോണ വൈറസിനെ? ആരും കണ്ടായിരുന്നോ? ആരും കണ്ടില്ലല്ലേ? ഈ വലിയ മനുഷ്യരോടൊക്കെ നമ്മളിങ്ങനെ പടച്ചു പിടിച്ച് നിൽക്കും. പക്ഷെ കൊച്ചു കൊറോണ വൈറസോട് നമ്മൾ എന്നാ പറഞ്ഞു? എൻ്റെ പൊന്നു സഹോദര, ഞാൻ ഒന്നും മിണ്ടുന്നില്ല, ഞാൻ അങ്ങോട്ട് വരുന്നേ ഇല്ല, ഞാൻ എൻ്റെ വായ കൂടെ പൊത്തി, കൈകൊണ്ട് പൊത്തിയിട്ട് പറ്റാഞ്ഞത് എന്ത് ചെയ്തു? വലിയ തുണി കൊണ്ട് ഒരെണ്ണം മൂടി, പിന്നെ പറഞ്ഞു 1 പോരാ, ഒന്നുകൂടെ വേണമെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു 2 എണ്ണം പോരാ, 3 എണ്ണം വേണമെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞ് 8 65 പിന്നെ 95 395 ഒക്കെ പറഞ്ഞു. ഞാനിതെല്ലാം കൊണ്ട് എൻ്റെ വായി മൂടി പൊത്തി പഞ്ച മടക്കി ഞാൻ ഉണ്ടാക്കി.
കണ്ടിട്ടുണ്ടോ ആളെ? കണ്ടിട്ടില്ല. ആ ആളിൻ്റെ മുമ്പിൽ എല്ലാം ഉണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് $1,000 ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. എല്ലാം കവർ ചെയ്യും. കണക്കാണ്, ഒന്നും കവർ ചെയ്യാനില്ല. അവിടെയൊക്കെ പോയി മൂണിലും ഈ സണ്ണിലോടൊക്കെ ചൂട് കൊണ്ട് അങ്ങോട്ടൊക്കെ പോകാനെല്ലാം റെഡിയായി. അവിടെയൊക്കെ പോയെങ്കിലും നിന്റെ മുന്നിൽ വന്ന കൊച്ചു സാധനത്തിൽ നിന്നെ കാണാൻ സാധിച്ചില്ല. അതിന്റെ മുന്നിൽ നീ പച്ച മടക്കി മരിച്ച് സ്വന്തം സഹോദരങ്ങൾ മരിച്ചപ്പോൾ അവരുടെ മുന്നിലേക്ക് ഒന്ന് ഓടിച്ചെല്ലാൻ ഒന്ന് കാണുവാൻ സാധിക്കാതെ വന്ന സാഹചര്യം മുന്നിലുണ്ട്. മറന്നു പോകരുത്. വീണ്ടും പറയും, ദൈവം വരുന്നുണ്ട്, അടുത്തയാൾ വരുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ മുന്നിൽ നമ്മൾ ഒന്നുമല്ല എന്ന് നമ്മൾ തന്നെ പറയും. ഞാൻ കുട്ടനാട്ടുകാരനായത് വീണ്ടും പറയുകയാണ്, ഞങ്ങളൊക്കെ വെള്ളത്തിൽ ജീവിച്ചവർ. പണ്ട് ഞങ്ങളവിടേക്ക് ആരെങ്കിലും വരുമ്പോഴത്തേക്ക് പറയും, ഞങ്ങൾക്ക് ഈ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കും എന്നൊക്കെ വരുന്നവർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. കൊച്ചു പിള്ളേരും ഇങ്ങനെ വെള്ളത്തിൽ കിടക്കും. അപ്പനോട് പറയുമ്പോൾ ദേ ചാക്കമ്മേ അല്ലെ കുഞ്ഞമ്മേ നേരെ കുഞ്ഞ് വെള്ളത്തിൽ പോയി. അവനവിടെ കിടന്നു. ബോൾ പോയി ഇങ്ങനെ വെള്ളത്തിന്റെ പൊങ്ങിയത്, എത്ര വെള്ളം പൊങ്ങിയാലും ഒഴുക്ക് വന്നാലും അവൻ അവിടെ കിടന്നു, ഒന്നും പോയില്ല. പക്ഷെ 2018 ഒരു ഫ്ലഡ് വന്നു. കുട്ടനാട്ടുകാർ എവിടെയെന്ന് ആർക്കും അറിയില്ല. എല്ലാവരും ജീവനം കൊണ്ടുകൂടി. നിനക്ക് വെള്ളത്തെ പേടിയില്ലല്ലേ? നോവേ. നിനക്ക് വെള്ളം അറിയാം, ഇതിനെ ഓവർകം ചെയ്യാൻ അറിയാം. പക്ഷെ നോവേ. ആ ഒരു വെള്ളപ്പൊക്കം നമ്മൾ 2018-2019 running from there. Nobody knows where their children are there, where their friends are there, where their relatives are there, wherever. Nobody knows that. എൻ്റെ അമ്മയും എൻ്റെ 6 സഹോദരങ്ങളെയും അവരുടെ മക്കളെയും ഏകദേശം 10-20 പേരെയും കൂടി ഞങ്ങൾ പോയത്. ഞാൻ കോട്ടയത്തായിരുന്നു. 90 പേർ കയറാവുന്ന ബോട്ടിൽ 218 പേരെയും കൊണ്ട് ആ വലിയ വെള്ളപ്പൊക്കത്തിൽ കോട്ടയത്ത് കൊണ്ടുപോകും. 300ഓളം പേർ 2 പ്രാവശ്യമായിട്ട് കോട്ടയത്ത് പാമ്പാടി തറയിൽ 17 ദിവസം താമസിച്ചു. കുട്ടനാട്ടുകാർ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒന്നിനെ കുറിച്ച് അഹങ്കരിക്കാൻ ഒന്നുമില്ല. വെറും ബബിൾസ്, കുമിളകൾ മാത്രമാണെന്ന് മറന്നു പോകരുത്. വാക്കുകൾ സംസാരിക്കാൻ നാവ് തുറക്കുമ്പോൾ ഈ നാവിന്റെ ശബ്ദം തമ്പുരാന്റെ കൃപ മാത്രമാണെന്ന് മറന്നു പോകരുത്. വൈദിക സെമിനാറിൽ ഞങ്ങളെ പഠിപ്പിച്ച മർഹാനകൃഷ്ണൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. ആരാധനയ്ക്കായി ശബ്ദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ചെറിയൊരു കോഡ്, അത് ഇത്രയേ ഉള്ളൂ. ആ ഒരു കോഡിന് എന്തെങ്കിലും സ്ക്രാച്ച് പറ്റിയാൽ നിനക്ക് ആരാധന അർപ്പിക്കാൻ സാധിക്കില്ല. തമ്പുരാനോട് പറയണം, തമ്പുരാനെ, നിന്റെ കരുതലില്ലെങ്കിൽ ആ ഒരു ചെറിയ ഉപകരണത്തെ നന്നായി ഉപയോഗിക്കാൻ സാധിക്കാതെ വന്നാൽ എനിക്ക് നിന്റെ സന്നിധിയിൽ വിശുദ്ധ ബലി അർപ്പിക്കാൻ സാധിക്കത്തില്ലല്ലോ. പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ, കൈകൾ കൂപ്പി കണ്ണുനീരോടെ തമ്പുരാനെ സന്നിധിയിൽ നിൽക്കണമെന്ന് പറയാറുണ്ട്. നാം പലപ്പോഴും മറന്നു പോകുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. നമുക്കൊക്കെ എന്തൊക്കെയോ കഴിയുമെന്ന്, ഞാനൊക്കെ ആരൊക്കെയോ ആണെന്നൊരു ബോധ്യവും ചിന്തയും ഒക്കെ നമുക്ക് പലപ്പോഴും നമ്മളൊക്കെ ഭരിക്കാറുണ്ട്. മനുഷ്യരിലുണ്ട്. പക്ഷെ മറന്നു പോകരുത്. ദൈവസന്നിധിയിൽ നാം ഒന്നുമല്ല. തമ്പുരാൻ നടത്തിയാൽ വഴി നടന്നു പോകാം. തമ്പുരാൻ നടത്തിയാൽ മുന്നോട്ട് പോകാം. തമ്പുരാന്റെ കൃപയല്ലാതെ മറ്റൊന്നുമില്ല. ആശ്രയം എന്നുള്ളൊരു ബോധ്യം ഒരിക്കലും മറന്നു പോകരുത്. മാതാപിതാക്കളായി, മക്കളായി, നമുക്ക് കുഞ്ഞുങ്ങളെയായി ദൈവം തമ്പുരാൻ നൽകിയതാണ്. ഒരു കുഞ്ഞിനെ കുറിച്ചും അഹങ്കരിക്കേണ്ട. ദൈവത്തിന്റെ കൃപ മാത്രമാണ്. നല്ല കുഞ്ഞുങ്ങളായി ലഭിക്കുന്നെങ്കിൽ തമ്പുരാനോട് നന്ദി പറയണം. നല്ല കുടുംബമാണെങ്കിൽ തമ്പുരാനോട് നന്ദി പറയണം. ഏതെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ പോകണ്ട. നമ്മുടെ കുടുംബം നന്നായിരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. വീണ്ടും വിനയപ്പെടണം, വീണ്ടും തലകുനിക്കണം. തമ്പുരാനെ, അനുഗ്രഹകരമായി നയിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രയാസമുള്ള കുടുംബത്തിന് നീ ശാന്തി സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു ജീവിതാനുഭവം ഉണ്ടാവണം. പ്രാർത്ഥിക്കണം, നിരന്തരമായി പ്രാർത്ഥിക്കണം. അത് മാത്രമേ നമുക്ക് ആശ്രയമായിട്ടുള്ളൂ. പ്രാർത്ഥന മുടങ്ങരുത്. കുടുംബത്തിലെ പ്രാർത്ഥന മുടങ്ങരുത്. അതുകൊണ്ട് 2 പേരെ മാത്രം ഞാൻ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുക. 10:30 ആകുമ്പോഴത്തേക്ക് നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിലെ സംസാരിക്കുന്ന ദൈവകൃപയിൽ എനിക്ക്
നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾ കേട്ടിരിക്കുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കാൻ സന്തോഷം തോന്നുന്നുണ്ട്. എങ്കിലും 2 പേരെ മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുക. ഒന്നാമത് ഞാൻ ഓർപ്പിക്കുന്നത് സംഖ്യാപുസ്തകം പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ഉള്ള ഒരു സംഭവമാണ്. അവിടെ ഇസ്രയേലും അബീമേലെക്കും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുന്നുണ്ട്, അമലേക്കേഴ്സ് തമ്മിൽ. അവിടെ യുദ്ധം ഉണ്ടാകുമ്പോൾ അതിന്റെ സ്റ്റോറിയൊന്നും ഞാൻ മുഴുവനായി പറയുന്നില്ല. മോശയും അഹറോനും ഹൂറും കൂടി ഒരു മലയുടെ മുകളിലേക്ക് കയറി. അവിടെ നിന്നുകൊണ്ട് അവര് അമലേക്കരുമായിട്ട് യുദ്ധം ഉണ്ടാകുന്നു. യുദ്ധമുണ്ടാകുമ്പോൾ അവിടെ ഒരു കാര്യം മാത്രം ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരോട് പറയുക. അവിടെ യുദ്ധം ഉണ്ടാകുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. എപ്പോഴൊക്കെ മോശയുടെ കൈ ഉയരുന്നുവോ അപ്പോഴൊക്കെ ആര് ജയിക്കും? ഇസ്രയേൽ ജയിക്കും. എപ്പോഴൊക്കെ മോശയുടെ കൈ താഴുന്നുവോ അപ്പോൾ അമാലേക്കർ ജയിക്കും. ഇവിടെ ഇരിക്കുന്ന ഈ പിതാക്കന്മാരോട് ഓരോരുത്തരോടും പറയാനുള്ളത്, യു ആർ ദ പ്രസന്റ് മോസസ്. ഇന്നിന്റെ മോശമാരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ പിതാക്കന്മാരും. നമ്മുടെ കൈകൾ ഉയർന്നാൽ, നമ്മുടെ കണ്ണുകൾ ഉയർന്നാൽ നമ്മുടെ കുടുംബം ജയിക്കും. ജയിക്കും മീൻസ് പറഞ്ഞാൽ ലോകപ്രകാരമുള്ള ജയമല്ല, ആത്മീയമായി സമാധാനപരമായ ശാന്തപരമായ ജീവിതത്തിനായി കൈകൾ ഉയർത്തുന്നതിനെ, കണ്ണുകൾ ഉയർത്തുന്നതിനെ കുറഞ്ഞു പോകാത്ത ഒരു ജീവിതമായി മാറണം. അവിടെ അഹറോനും ഹൂറും 2 പേരുണ്ട്. ഇവിടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്, എപ്പോഴൊക്കെ കൈ കുറെ നേരം കൈവരുത്തി പിടിക്കുമ്പോൾ എന്ത് പറ്റും? കൈ വിഷമിക്കും. ആ കൈ താങ്ങാൻ ആരുണ്ടായിരുന്നു? അഹറോനും ഹൂറും ഉണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവമക്കളായി കണ്ണുനീരോടെ ഉയരങ്ങളിലെ കണ്ണുകൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കരങ്ങൾ തളരുമ്പോൾ കൈത്താങ്ങലായിട്ട് ആരുണ്ടാവും? അഹറോനും ഹൂറും പോലെ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാകും. വിഷമിക്കണ്ട, അവർ കൂട്ടായിട്ടുണ്ടാകും. അല്ലെങ്കിൽ തമ്പുരാൻ ആ കരങ്ങളെ താങ്ങിക്കൊള്ളും. കരങ്ങൾ ഉയർത്തുന്നതിനെ, കണ്ണുകൾ ഉയർത്തുന്നതിനെ, കണ്ണുനീര് നഷ്ടമാകാത്തൊരു ജീവിതം. കൈവിട്ട് പോയിട്ട് കരയരുത്. കൈവിട്ട് പോയിട്ട് കരയരുത്. ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ കരയരുത്. ഇത് രണ്ട് തരമാകട്ടെ. കരയുന്ന സാഹചര്യം നമുക്കുണ്ട്. ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ കരഞ്ഞു തുടങ്ങണം. നമ്മുടെ മക്കളോടും പറഞ്ഞു കൊടുക്കണം. കൈവിട്ട് പോയതിനു ശേഷം കരഞ്ഞാൽ തീർച്ചയായും അതിനെ തമ്പുരാൻ കാണാൻ തിരിച്ചു വരും. എങ്കിലും കരച്ചിൽ, how many drops of tears we are investing for our children. നമ്മൾ വലിയ വീടുകളും കാറുകളും നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ലോണൊന്നുമില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. എത്ര തുള്ളി കണ്ണുകൾ അവർക്ക് വേണ്ടി നമ്മൾ സംഭരിച്ചു വെക്കുന്നുണ്ട്. ഇതൊരു വലിയ ചോദ്യമായി മാറും. ഒരു ദിവസം പോലും ഒരു തുള്ളി കണ്ണുനീർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, വേദനിക്കുന്നവർക്ക് വേണ്ടി പൊഴിക്കാതെ ഒരു ദിവസം പോലും കടന്നു പോകരുത്. രണ്ടാമതായി ഒരു ഹാഗാറിനെ ദിവസത്തിൽ കാണുന്നുണ്ട്. ഈ ഹാഗാറിന്റെ ജീവിതവും നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ജനസിസ് ചാപ്റ്റർ 16:8 പറയുന്നത് ഹാഗാറിനെ കുറിച്ച്. ഹാഗാറിനെ ഓടിപ്പോവുക അല്ലേ? ഹാഗാറിന്റെ കുഞ്ഞിനെ കുറിച്ച് വളരെ നമ്മളൊക്കെ ചിന്തിക്കുമായിരിക്കും. കുഞ്ഞുങ്ങൾ വളരാൻ എന്ത് വേണം? ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വളരുവാൻ ചിന്തിക്കുമായിരിക്കും. പക്ഷേ ഹാഗാർ ഒരു കാര്യം ചെയ്യും. തന്റെ കുഞ്ഞിനെ കുറിച്ച് എന്താ അവിടെ പറയുന്നത്? മുന്നോട്ട് മാറി ഉയരങ്ങളിലെ കണ്ണുകൾ ഉയർത്തി തന്റെ കുഞ്ഞിന് വേണ്ടി ദൈവസന്നിധിയിൽ വിളിച്ചു. അതാണ് അമ്മമാർക്കോട് പറയാനുള്ളത്. ഓരോ ഹാഗാർമാരായി ജീവിതത്തിൽ, മറ്റു ജീവിതത്തിൻ്റെ കൂടെ തത്വമല്ല, ഉയരങ്ങളിലെ കണ്ണുകൾ ഉയർത്തി മക്കൾക്ക് വേണ്ടി നിലവിളിക്കുന്ന അമ്മമാരായി മാറണം. പകലന്തിയോളം നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്. രാത്രിയിൽ അധ്വാനിച്ച് പകൽ മുഴുവൻ ജോലി ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ആവുന്നില്ല, അതുകൊണ്ട് മാത്രം തീരുന്നില്ല നമ്മുടെ ഉത്തരവാദിത്വം. അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. കണ്ണുനീരിന്റെ ദുരുത്തി, കണ്ണുനീരിന്റെ പാത്രം അത് മക്കൾക്കായി കരുതി വെക്കണം. ഹാഗാർ കരഞ്ഞതുപോലെ, എന്റെ തമ്പുരാനെ, ആഹാരം നൽകുവാൻ വേണ്ടി നീ എനിക്ക് അല്പം ആരോഗ്യം തന്ന കുഞ്ഞുങ്ങൾക്ക് ആഹാരം നൽകുന്നുണ്ട്. പക്ഷെ അവർക്ക് ജീവൻ നൽകണമെങ്കിൽ നീ തന്നെ നൽകണം. ജീവനും ജീവിതവും നീ തന്നെ നൽകണം. നിന്റെ സാന്നിധ്യം അവരോടുകൂടി ഉണ്ടായിരിക്കണമേ. അവർക്ക് കൂട്ടായിട്ട് നീ ഉണ്ടായിരിക്കണമേ. പ്രിയമക്കളും അതുപോലെ തന്നെ പ്രാർത്ഥനയോടെ ദൈവം നിങ്ങളോടൊത്ത് പറയുന്നുവോ അതേ പ്രകാരം ജീവിപ്പാതെ കൊണ്ട് സാധിക്കണം. ഒരു വാക്ക് മാത്രം, സെന്റ് ജോൺ ചാപ്റ്റർ 2 അവിടെ പറയുന്നുണ്ട്, ഈവൻ ഇൻ കാന
Jesus was there, Mother Mary was there, and the disciples were there. So in between, you know the story. And when there was no wine, Mother Mary was saying something to the disciples. You remember that word? That do whatever Jesus tells you. We have to tell our children one word always. Do whatever Jesus tells you. The world is saying so many things to you. Your friends are saying so many things to you. Others are saying so many things to you. But you do whatever Jesus tells you. യേശു നിന്നോട് എന്ത് പറയുന്നുവോ അത് നീ ചെയ്യണം എന്ന് കുഞ്ഞുങ്ങളോട് പറയാനുള്ള സാധിക്കുന്ന ഒരു ജീവിതാനുഭവം ഉണ്ടാവുക. മോസസ്, ഹഗാർ ആൻഡ് ചിൽഡ്രൻ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കാം. ഒരു റിട്ടേൺ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാവണം. നമുക്കൊക്കെയുണ്ട്. യേശുവിനോട് പറഞ്ഞ് യേശുവിൻ്റെ മക്കളായി നല്ല മക്കളായി ജീവിക്കാൻ കൊണ്ട് സാധിക്കണം. ഒരു വാക്കുകൂടി മാത്രം നിങ്ങളുടെ ഒരു ദൈവത്തിൻ്റെ ശുശ്രൂഷ എന്നൊരു ഒരു വാക്കോടെ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. എൻ്റെ ആത്മീയ പിതാവായിരുന്ന ഇവാൻ തിരുമേനി, ഞാൻ എവിടെ പോയത് പറയാറുള്ളതുകൊണ്ടും എല്ലാവർക്കും ഓർത്തിരിക്കാൻ വേണ്ടി പറയുക. തിരുമേനി ഒരു പ്രാവശ്യം ഞങ്ങൾ ചേന്നതിരി പള്ളി വന്നപ്പോൾ തിരുമേനി ഇതുപോലെ നമ്മുടെ പെണ്ണ് നിങ്ങൾ റിസീവ് ചെയ്തതുപോലെ തിരുമേനിയെ ബോട്ടെ ഞങ്ങളിവിടെ ഇതുപോലെ റോഡിൽ ഇറങ്ങാൻ മാർഗമൊന്നുമില്ല. ഞങ്ങൾ ബോട്ടെ കൊണ്ടുവരണം. ബോട്ടെ കൊണ്ടുവന്ന് ബോട്ടെ നിറങ്ങി ജെട്ടിയിൽ കയറി തിരുമേനിയെ പള്ളിയോട് വരുമ്പോൾ പാട്ട് പാടി കണ്ടവരുന്നത്. അപ്പം നമ്മളോട് ചെറിയ കൊടിമരം നിൽപ്പുണ്ട്. ആ കൊടിമരത്തെ ഇതിൻ്റെ കയറിൽ വന്നൊരു മാടത്തെ എന്നുള്ള സാധനമില്ലേ, മൈന മാടത്ത്, അതവിടെ വന്നിരിപ്പുണ്ട്. അതവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ തിരുമേനിയെ കയറി വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പാത്തിക്കണേ സൂക്ഷിക്കണേ, പാത്തിക്കണേ സൂക്ഷിക്കണേ. ഇങ്ങനെ ചലിഞ്ചൂടി പറഞ്ഞുകൊണ്ടിരിക്കുക, ചാൻഡിങ് ആയിട്ട് പാത്തിക്കണേ സൂക്ഷിക്കണേ, പാത്തിക്കണേ സൂക്ഷിക്കണേ. തിരുമേനി അന്നപ്പം പ്രൊസഷനായിട്ട് പോകുന്നുണ്ടൊന്നും ചോദിച്ചില്ല. പള്ളി പോയി കുർബാനയെ കഴിഞ്ഞു. അതിനുശേഷം തിരുമേനി ചോദിച്ചു, ആ പക്ഷി എന്താ വേടൻ്റെ അങ്ങനെ പറഞ്ഞേ, പ്രാർത്ഥിക്കണേ സൂക്ഷിക്കണേ. അപ്പോൾ നമ്മുടെ പള്ളിയിലെ ഒരു ആൻറ്റിയാണ്. ആൻറ്റി പറഞ്ഞു, ആൻറ്റിക്ക് ഒരു മോളേ ഉള്ളൂ. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ മോളോട് പറയും, എന്ത് പറയും, പ്രാർത്ഥിക്കണേ സൂക്ഷിക്കണേ, പ്രാർത്ഥിക്കണേ സൂക്ഷിക്കണേ. ഈ പറഞ്ഞിട്ടാണ് രാവിലെ ഇറക്കി വിടുന്നത്. ഈ മാടത്ത് ഇത് കേട്ടുപഠിച്ചിട്ട് രാവിലെ ഇറങ്ങും വീട്ടിൽ നിന്ന്. ഓരോ വീട്ടിലും അതൊക്കെ പോയിട്ട് നല്ലൊരു ഗോസ്പൽ മിഷനാണ്. ഓരോ വീട്ടിലും അതൊക്കെ പോയിട്ട് പറയും, എന്ന് പറയും, പ്രാർത്ഥിക്കണേ സൂക്ഷിക്കണേ, പ്രാർത്ഥിക്കണേ സൂക്ഷിക്കണേ. ഒത്തിരി പ്രശ്നങ്ങളുള്ള ജീവിതത്തിലാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. ഒത്തിരി പ്രയാസങ്ങളുള്ള ജീവിതത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. വിഷമിക്കേണ്ട, നിരാശപ്പെടേണ്ട, തകർന്നു പോകേണ്ട. നിരാശ ക്രിസ്ത്യാനിക്കുള്ളതല്ല. പ്രത്യാശയുടെ മക്കളാണ് ക്രിസ്ത്യാനികൾ. പക്ഷെ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. എന്ത്? ഒന്ന് പ്രാർത്ഥിക്കണം, രണ്ട് സൂക്ഷിക്കണം. പ്രാർത്ഥിക്കണം, രണ്ട് സൂക്ഷിക്കണം. ദൈവസ്ഥനിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ സൂക്ഷിക്കണം, പ്രാർത്ഥിക്കണം. We can overcome. We shall overcome all the obstacles, all the problems, all the frustrations, all the disappointments in our life. അത് നമ്മളോടും നമ്മുടെ കുഞ്ഞുങ്ങളോടും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അത് അനുഗ്രഹകരമായി തീരും. ഇനിയുള്ള ഓരോ ദിവസവും നന്നായി ഒരുങ്ങണം. യേശു ഗോകുൽത്തായിൽ നിന്ന്, കാൽവരി മുകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുന്ന അർത്ഥത്തിൽ മാത്രമല്ല, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറയാനൊക്കെ സാധിക്കുമ്പോഴേ ഈസ്റ്ററായി മാറത്തുള്ളൂ. ഇനി ഓരോ ദിവസവും പ്രാർത്ഥനയുടെ ദിവസമായിരിക്കണം. നിരന്തരമായി പ്രാർത്ഥിക്കണം, കുമ്പിട്ട് പ്രാർത്ഥിക്കണം. ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയല്ല, കുടുംബമായി പ്രാർത്ഥിക്കണം. അതിലൂടെ ഉണ്ടാകുന്നൊരു ശക്തിയും ബലവും ആരോഗ്യവും, അതിലൂടെ കിട്ടുന്നൊരു സമാധാനം അത് ലോകം തരുന്നത് പോലെയല്ല. അതാ യേശുബ്രാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അതെങ്ങനെയുള്ള സമാധാനമല്ല, ലോകം തരുന്നത് പോലെയല്ല. ലോകം തരാത്ത സമാധാനം ഈ സമാധാനമാണ്. പ്രാർത്ഥിക്കുമ്പോൾ, സൂക്ഷിക്കുമ്പോൾ, ദൈവത്തോടുകൂടി ജീവിക്കുമ്പോൾ ആ ഒരു സമാധാനം നമുക്ക് ലഭിക്കും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് ജീവിക്കാം, ഒന്നിച്ച് പ്രവർത്തിക്കാം. കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉള്ളവരാണ് നമ്മളെല്ലാവരും. ഞാനോ ഷോണച്ചനോ മറ്റു തിരുമേന്മാരോ അച്ഛന്മാരോ എല്ലാം നമുക്കെല്ലാം നമ്മുടേതായ കുറവുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ദൈവം നമ്മുടെ കുറവുകളെ ക്ഷമിച്ച് നമ്മളെ നടത്തുന്നു. നമുക്കും പരസ്പരം കുറവുകളെ ക്ഷമിച്ച് കുറ്റങ്ങളെ പുറത്ത് സ്നേഹത്തോടൊന്നിച്ച് ജീവിക്കുമ്പോൾ
അവിടെ മാത്രമേ പീസ് ഓഫ് മൈൻഡ്, ശാന്തതയുള്ള സമാധാനമുള്ള ഒരു ഹൃദയവും ജീവിതവും നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒന്നിച്ച് പ്രാർത്ഥിക്കുക, ഒന്നിച്ച് ജീവിക്കുക. എല്ലാ ദൈവകൃപയും എല്ലാ പരിപാലനവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ദൈവം ഈ വാക്കുകൾ നിർത്തുന്നു. ദൈവപ്രാണങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇത്രയും പേർ രാവിലെ നിങ്ങൾക്ക് എനിക്കറിയാം Monday through Friday you are working and then only you are getting maybe Saturdays and Sundays. So even though you are this many people are coming here and attending this retreat, and evening we have prayers and tomorrow morning we will have Holy Kurbana. Prepare to receive the Holy Kurbana and repent, rethink and return and rejoice in hope. പ്രത്യാശയിൽ സന്തോഷിക്കുന്നവരായി ക്രിസ്തുവിൻ്റെ നല്ല മക്കളായി ജീവിക്കാൻ തക്കവണ്ണം ദൈവം ഞാൻ അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഷോണച്ചനോട് പ്രിയ സഹോദരനോട് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അച്ഛനെ എപ്പോഴും ഓർക്കാറുണ്ട്. കാരണം അച്ഛനെ സെമിനാരി വിട്ടത് ഞാനാണ്. അതിലൊരു സന്തോഷം എനിക്കുണ്ട്. മറുവശത്ത് മാത്രമല്ല, ഞാൻ അച്ഛനെ കുറിച്ച് നിങ്ങളിപ്പോൾ മെമ്പേഴ്സ് എന്ന രീതിയിൽ ഓർക്കേണ്ടത് when I was in Washington DC, അച്ഛൻ was working in Richmond. From Washington DC to Richmond around 3 hours journey from there to here. So at that time ഞങ്ങൾക്ക് ഇന്ന് പള്ളിയൊക്കെ ഉണ്ട്. അന്ന് ഞങ്ങൾക്ക് പള്ളിയൊന്നുമില്ല. ഒരു 7th Day Adventist പള്ളിയുടെ ബേസ്മെൻറ്റിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ അവർക്ക് ഞായറാഴ്ച നമുക്ക് വർഷിപ്പ് നടത്താം. രാവിലെ ഒരു 7:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ചെന്ന് ഈ സാധനങ്ങൾ മുഴുവൻ പെറുക്കണം. ആക്ച്വലി 1 day വർക്ക്, ഒരു 4 day വർക്കാണ്, ഹിമാലയൻ ടാസ്ക്കാണ്. ഈ സാധനം മുഴുവൻ പെടുക്കി മേളിൽ കൊണ്ടുവന്ന് അവിടെ ഇതെല്ലാം അസംബിൾ ചെയ്ത് കുർബാന കഴിഞ്ഞതെല്ലാം തിരിച്ച് താഴെ കൊണ്ട് വെച്ചിട്ട് വേണം പള്ളിയിൽ നിന്ന് പോകാൻ. അതുപോലെത്തേക്ക് സത്യം ആ സമയത്തൊക്കെ അതെല്ലാം എടുത്ത് മേടി വരുമ്പോഴത്തേക്ക് നമ്മൾ ടയർഡാകുക. പിന്നെ കുർബാന ചൊല്ലണമെങ്കിൽ ഈ വെള്ളവും ഇല്ല, നമ്മളിങ്ങനെ ടയർഡായിട്ടായിരിക്കും ചൊല്ലുക. എന്നാലും ദൈവം തന്നെ കൃപയുണ്ട്, നമ്മൾ ചൊല്ലി പോകുമായിരുന്നു. പക്ഷേ he was there around 3 hours away from Washington DC, Richmond. He woke up early morning and he drove all the from Richmond to Washington DC and helping me a lot. ആ സമയത്ത് രാവിലെ വന്ന് ഇതെല്ലാം പങ്കി വെക്കുക. ഞാൻ ഷോണായിട്ട് അവിടെ നല്ലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ജോലിയിൽ നിന്ന് സൺഡേ ഫ്രീ കിട്ടുമ്പോൾ അവിടെ വരെ വന്ന് അതെല്ലാം സഹായിക്കുന്ന കാര്യം എപ്പോഴും പ്രാർത്ഥനാപൂർവ്വം ഓർക്കുന്നു. അച്ഛൻ നിങ്ങളോട് ഇന്നുണ്ട്. എസ്പെഷ്യലി അച്ഛൻ പ്രോഡക്റ്റ് ഹിയർ. സോ അച്ഛൻ്റെ ഇവിടെ ശുശ്രൂഷയിലൊക്കെയും അച്ഛന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് കൊടുക്കുക. നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ അച്ഛൻ എല്ലാ കൃപകളും ലഭിക്കട്ടെ. നിങ്ങളെല്ലാവരുടെയും സ്നേഹത്തെയും കരുതലിനെ കുറിച്ച് മനുഷ്യൻ ഷെയർ ചെയ്യാറുണ്ട്. പ്രയാസങ്ങളുള്ളപ്പോഴും സന്തോഷമുള്ളപ്പോഴും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഒന്നിച്ച് പ്രാർത്ഥിച്ച് സാക്ഷ്യത്തിൻ്റെ ഒരു സമൂഹമായി നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ച സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണം. പരിമിതികൾ ഒത്തിരിയുണ്ട്, കുറവുകൾ ഒത്തിരിയുണ്ട്, ബലഹീനതകൾ ഒത്തിരിയുണ്ട്. ഒത്തിരി വലിയ ഇങ്ങനെ സംസാരിച്ച് എല്ലാവരോടും ഇങ്ങനെ വർത്താനം പറഞ്ഞു നിർത്താനൊന്നും അറിയത്തില്ല. ഇങ്ങനെയൊക്കെ പോകാം, പ്രാർത്ഥനയോടെ ജീവിക്കാം എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന കൂട്ടായിട്ടുണ്ടാവണം. എല്ലാ സപ്പോർട്ടും നിങ്ങളുടേതായിട്ട് ഉണ്ടാവണം. തീർച്ചയായിട്ടും ഏത് സമയത്തും എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അരമനയിലേക്ക് വിളിക്കണം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇവിടെ അരമന വന്ന് കാണാനും ഇവിടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് പങ്കെടുക്കുന്ന ഒരുങ്ങണം. എല്ലാവരുടെയും എല്ലാ സഹായത്തിനും സ്നേഹത്തിനും കൃത്യമായി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു ലണ്ടൻ ട്രീറ്റാണ് അഭിമന്യ തോമസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത നൽകിയിരിക്കുന്നത്. Wonderful words of wisdom coming from a fount of humility based on prayer. Tirumeni shared many things with us that will remain forever in our hearts. Just a few things that Tirumeni mentioned. From how ഇവിടെ സോറിയാനി പാരമ്പര്യത്തിൽ മരം wood എന്ന് പറഞ്ഞാൽ it's a province that I will look at you repeatedly will hear this word wood. സദറയിലെ wood എന്ന് നമ്മൾ കാണുമ്പോൾ മരം എന്ന് കാണുമ്പോൾ it is a representation of the cross. So it's wonderful that നമ്മളിവിടെ എത്ര പ്രാവശ്യം നമ്മളിവിടെ വന്നിട്ടുണ്ട്, ഇറങ്ങി പോയിട്ടുണ്ട്. പക്ഷേ ആ രീതിയിൽ ഹോളിവുഡ് we have not thought about it that way.
Indeed, the Lord is our fortress. When we think about Fort Lauderdale, the Lord is our fortress. He's our fort. When we talked about how we need to retreat, we need to repent, we need to return. In Exodus chapter 17, Triveni mentioned there was a really powerful example of Moses lifting up his hands, and where both the two people on either side lifting up their hands. മനസ്സിൽ വരുന്നത് 2005 പരമ പെരുന്നാളിന്റെ സമയത്ത് നവംബർ ഫസ്റ്റ് വീക്കിൽ സെമിനാരി പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേ. So I was there at Paramara Seminary, and നമ്മുടെ ഇപ്പോഴത്തെ അഭിമന്യ ഐറീനോസ് മെത്രാപ്പൊലീത്ത സെമിനാരിയോട് കൂടെ അവിടെ ഒരു പട്ടം കൂടെ അടുത്ത പട്ടം കൂടെ ഉണ്ട്. പ്ലീസ് കം വിത്ത് മീ, അസിസ്റ്റ് മീ. അപ്പോൾ ഞാൻ വെറും ഷോണാണ്. അപ്പോൾ അങ്ങനെ ഷോണയുടെ തിരുമേനിയെ അസിസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ പട്ടംകുട ശുശ്രൂഷയ്ക്ക് മറുവാസ പിടിച്ചുകൊണ്ടിരുന്ന മറുവാസയുടെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമുണ്ട്. So during that ordination service, Arrhenius ceremony is the Kroito de Robo, which is the invocation of the Holy Spirit. അത് ഫീൽ ചെയ്യുന്നവരെ തിരുമേനി will not stop, because we have to, the celebrant moves his hands continually and then places, invites the Holy Spirit on the candidate. Apol, until Arrhenius ceremony truly feels it, he will not turn eastward from the east to the candidate. അപ്പോൾ മറവാസ പിടിച്ചുകൊണ്ടിരുന്ന രണ്ട് ചെറുപ്പക്കാരുടെ തോള് പറഞ്ഞുപോയി. എന്നിട്ട് ഞങ്ങൾ we had to take turns to hold the maravasa. So that was how long that part of the service was. And immediately it brought to mind this Exodus chapter 17, where on either side the hands of Moses had to be held up. Wonderful example of illumination. And finally, Tirumani talked about Jesus being in us. He started off by saying that as well, that we need to be in Jesus. Jesus needs to be in us. I thank Albania Metropolita Tirumani for sharing wonderful words that will keep us thinking about what we need to do, especially in the upcoming days as we get closer to Holy Week and celebrating the passion and the death and the resurrection of our Lord. At this time, I would like to, we will be just giving a quick rundown. Tea break. So right now the time is about 10:40. We'll have a quick 15-minute tea break, and then after which we will have a Meet the Youth session. So I'm so happy that Tirumani himself requested that he would like to meet with the youth of our parish. As Tirumani visits each parish in his diocese, one of Tirumani's aims has been to get an idea of what the youth would like from our diocese, from each parish, and so that Tirumani can take that feedback and then go back to the diocesan council and implement those as programs. So യൂത്തിന് വേണ്ടി ഒരു പ്രത്യേക സെഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരു ഒഫീഷ്യൽ പ്രോഗ്രാം ആയിട്ടല്ല. So it will be a time for Tirumani to interact with the youth. And so we'll have a quick 15-minute tea break, followed by the Meet the Youth session, which will go till about 11:45 or so. അതിനുശേഷം വിശുദ്ധ കുംഭസാരത്തിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. So we will have about a half an hour for Holy Confession for those who would like to confess. You may do so after that youth session, and then we will be finishing off today's program with noon prayer and then lunch. So please make sure that all of you stay back. എല്ലാവർക്കും ഇപ്പോൾ ടീ ബ്രേക്ക് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലഞ്ച് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ ഫ്രണ്ട് അപ്പാർട്ട്മെന്റിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ നമ്മൾ റിഫ്രഷ്മെന്റ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. So please let us make our way to the refreshment hall for food. ഭക്ഷണം പ്രാർത്ഥന ബാറക്കുമല്ലോ താവിന്റെ ഭക്ഷ്യപാരം പാചിവാൻ വന്നിരിക്കുന്ന ആഹാരത്തെ ഓർത്തുനിന്ന് സ്തുതിക്കുകയും വാഴ്ത്തി വന്ദിക്കുകയും ചെയ്യുവാൻ നിങ്ങൾ യോഗ്യരാക്കണമെന്ന്. Tea break.